ഹലോ, അപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണ് പറഞ്ഞാ? ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മള് വലിയ യാത്ര പോവാണ്. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാം. നമുക്ക് 3 ദിവസമായിട്ട് വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ എനിക്ക് വയ്യ, കഴിഞ്ഞ എത്താനും ഞങ്ങള് 2 ദിവസം വീട്ടിലായിരുന്നു. അപ്പൊ എല്ലാ കാര്യങ്ങളും ഇവൻ തന്നെ ചെയ്യണം. പിന്നെ വീഡിയോയും കൂടി ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമല്ലായിരുന്നു. നമ്മൾ എടുക്കണൊക്കെ വെച്ച് കുറച്ചൊക്കെ എടുത്തു, പക്ഷെ നമുക്കത് മുഴുവിപ്പിക്കാനോ ഒന്നിനും പറ്റിയില്ല. കാരണം നമ്മള് അതിന് വേണ്ടിട്ട് നിക്കുമ്പോ ഇവിടെ കിടപ്പന്നെയായിരുന്നു, കൈ നല്ല വേദനയും കാര്യങ്ങളും. ഇവൻ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോ ഇവന് വീടും എല്ലാം കൊണ്ട് ഒരുമിച്ച് കൊണ്ടുപോയാൻ എളുപ്പമല്ലായിരുന്നു. കാരണം ഫുഡ് ഉണ്ടാക്കണം, ഉണ്ണി കരയുമ്പോ ഉണ്ണീനെ എടുക്കണം. എനിക്ക് 2 ദിവസം തീരാതെ ഉണ്ണി എടുക്കാനൊന്നും പറ്റിയിരുന്നില്ല. അപ്പൊ എല്ലാം കൊണ്ട് അതിന് എളുപ്പമല്ലായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ണി വാശിയാവണ്ട വെച്ചിട്ട് ഉണ്ണീനും കൊണ്ട് നമ്മളിങ്ങനെ ഓരോരോ യാത്രകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ചെറിയൊരു ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പിന്നാലെ ഒരു ഓട്ടം വന്നു. നേടി ആഗ്രഹിച്ച കാര്യം നമ്മൾ നേടി. കുറച്ചോടി, കുറച്ചെന്ന് വെച്ചാൽ കുറച്ചധികം നമ്മൾ ഓടിയിട്ടുണ്ട്. കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ. കുറച്ചധികം വെച്ച് കഴിഞ്ഞാൽ എന്താ അവസാനം ഞങ്ങൾ ആഗ്രഹങ്ങൾ വേണ്ട വെച്ചു. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്നുള്ള തീരുമാനത്തിലെത്തി. അപ്പൊ പിന്നെ നടന്നു അങ്ങനെ. അപ്പോൾ ഞാൻ അവനോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇതുവരെ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടത്താതിരുന്നിട്ടില്ല. ചിലപ്പോൾ ലാസ്റ്റ് ആകുമ്പോഴും നമുക്ക് നടക്കാൻ ചാൻസ് ഉണ്ട്. പ്രതീക്ഷ കൈവിടല്ലേ എന്ന് പറഞ്ഞു ഞാൻ വിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ തലേദിവസം ഇന്ന് നടക്കുന്ന തലേദിവസം വല്ല ആഗ്രഹം വിട്ട് പോയി നമുക്ക് ഇനി കാശായിട്ട് എടുക്കാം, ചെയ്യാം. ഇന്ന് നമ്മള് പണ്ടത്തെ ട്രാക്കിലേക്ക് വരാം. എനിക്ക് ഇതൊക്കെ ഉള്ളാനും വീട്ടിലത്തെ പണി വേഗം തീർക്കുന്നു, ഇതിന്റെ പിന്നാലെ ഓടുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ വ്ലോഗ് എടുക്കാൻ ടൈമില്ല. വെന്തിയൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് വേഗം ചാടുക. ഞാൻ എന്നും കാത്തിനെടുത്ത് വേഗം ചാടുക. അപ്പൊ എന്നെ കുളിപ്പിച്ച എന്റെ കാര്യം നോക്കണം, ഉണ്ണീനെ കുളിപ്പിക്കേണ്ട കേസ് ഒക്കെ ചെയ്ത് ഇത്രയും വലിയ അസുഖമാണോ പൊന്നുവിന്? അതെന്താ, വേദന മാറിയിട്ടില്ല. ഇനി നേരെ ആസ്റ്ററിൽ എന്തായാലും ഇനി അമ്മേനെ കാണിക്കാൻ എന്തായാലും പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് അവളെ പൊന്നുവിന് അവിടെ കാണിക്കാന്ന് വെച്ചിട്ടാണ് ഞാന്. അപ്പൊ എന്താണെന്നുള്ളത് അപ്പൊ കൃത്യമായിട്ട് ഒന്നുകൂടി അറിയാലോ. ഇപ്പൊ അവര് പറഞ്ഞ നരമ്പിനുള്ള ഒരു പ്രശ്നം എന്നാണ് അവര് പറഞ്ഞത്, പൊന്നുവിന്റെ ഇപ്പൊ കയ്യിലെ മുകളിൽ. പക്ഷെ ഇത്ര ദിവസമായിട്ടും അത് കുറവില്ല. അതിങ്ങനെ ആ ഒരു പ്രൊജക്ഷൻ അങ്ങനെ തന്നെ നിക്കുന്നുണ്ട്. ചെറിയൊരു നീരുണ്ട്. പിന്നെ മരുന്ന് പെയിൻ കില്ലർ ആണ് തന്നു കൊടുക്കണത്. അത് വലിയ ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ നേരെ നമ്മള് ഈ ആഴ്ച ആയിട്ടാ ഈ ആഴ്ച യാത്ര കഴിഞ്ഞതിന് ശേഷം അമ്മയ്ക്ക് ഹോസ്റ്റലിൽ പോണം. അപ്പൊ നമ്മളും കൂടി പോയിട്ട് പൊന്നൂനെ അവിടെ കാണിക്കാന്ന് വെച്ചിട്ടാണ്. കാരണം ഞാൻ എപ്പോഴും എന്താണെന്ന് അറിഞ്ഞിട്ട് ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാറ്. കുറെ പേര് പറഞ്ഞു നിങ്ങളൊന്ന് വൈദ്യരെ കണ്ടിട്ട് ഒഴിഞ്ഞു നോക്ക്, ഒഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവും, അത് ചെറിയ പ്രശ്നം ഉണ്ടാവുള്ളൂ എന്നൊക്കെ. പക്ഷെ നമുക്കിതിനെ കുറിച്ച് അറിയാതെ ഒഴിയലും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാല് നരമ്പിന്റെ കാര്യമാണ്. എന്തെങ്കിലും ആയി പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ മേപ്പിട്ട് നോക്കിയിരിക്കണം. അതിനെക്കാട്ടി നല്ലത് കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരുന്നിട്ട് നമുക്ക് അതിനെ കുറിച്ചിട്ട് ബാക്കി. അപ്പൊ ഡോക്ടർമാർ പറയാണെന്ന് വെച്ചാൽ ഒഴിയലാണെങ്കിൽ സൊല്യൂഷൻ അത് അങ്ങനെ ചെയ്യാലോ. നമ്മൾ എടുത്തിയാടി ചെയ്തിട്ട് കാര്യമില്ല. ഒരാഴ്ച കെട്ടാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരാഴ്ച കെട്ടി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കി വെക്കാന്ന് വെച്ചിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. കൈമുള്ള വേദനയും കാര്യങ്ങളും ഉണ്ട്, അങ്ങനെ വീടെടുത്തില്ല. അത് കഴിഞ്ഞപ്പോ നമുക്ക് ചെറിയ യാത്ര ഉണ്ടായിരുന്നു. പിന്നെ അമ്മേനെ ഹോസ്പിറ്റലിൽ ഇടയിൽ കാണിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, ലക്ഷൂരിലേക്ക്. അപ്പൊ അങ്ങനെ പോകുമ്പോ അതിന് വേണ്ടി ഞങ്ങൾ വീട്ടിലേക്ക് വന്നാട്ടോ. അതിന് വേണ്ടിയിട്ടല്ല, ഞങ്ങൾക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി വന്നാണ് ഈ ആഗ്രഹം എന്ന് പറയാം. അപ്പൊ അതിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നാണ്. അപ്പൊ പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം ഞങ്ങൾ ഡോക്ടറെ കാണിക്കാനായിരുന്നു. പിന്നെ എറണാകുളത്ത് വേറെ കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടി പോയി. അപ്പൊ അതിനൊരു 3-4 ദിവസമായിട്ട് തീരെ വീഡിയോ എടുക്കുക എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. വീഡിയോ എടുക്കുക പോസ്റ്റ് ചെയ്യാനൊന്നും ഇല്ല. രാവിലെ ഇറങ്ങി രാത്രി വീടെത്തുന്ന അവസ്ഥയായിരുന്നു. അപ്പൊ ഇന്ന് നമ്മള് ചെറിയ യാത്ര ചിലവര് പറയാം അതിന് ആർഭാടം എന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ കാര്യത്തിൽ നമ്മളല്ലാതെ ഈ ആർഭാടം പറയണ ഒരു പോയില്ലല്ലോ. എന്റെ കാര്യത്തിന് ഞാൻ തന്നെ പോണം. അത് വേറെ ആരും വന്ന് ചെയ്തു തരാനോ ഒരാള് നിക്കൂല. സ്വന്തം കാര്യം ചിന്താവ് തന്നെയാണ് ഇപ്പൊ എല്ലാവരുടെ ലൈഫിലും. അത് ഇപ്പൊ ഏറ്റവും കാര്യം ഞാൻ പറഞ്ഞിട്ടെ, ഞങ്ങളിപ്പോ ഫ്ലാറ്റിലാണ്. ഞങ്ങൾക്ക് അറിയില്ല തൊട്ടപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാരാരാണ്. കാരണം അത് അവരെ കാണുന്നില്ല. അവരവരുടെ ബിസി ലൈഫാണ്. അവരവരുടെ കാര്യങ്ങൾ തന്നെ കുറെ കാര്യങ്ങൾ ചെയ്യാണ്ട്. അപ്പൊ അവര് ചെയ്യുന്നു. നമുക്ക് നമ്മുടേതായ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മുടെ അവിടെ അടിച്ചു തന്നെ ചേച്ചി നിങ്ങളെ ഇടയ്ക്ക് കാണാറുള്ളൂ,
നമുക്ക് വർക്കിന്റെ ആയാലും ഓരോ കാര്യങ്ങൾ പഠിക്കാൻ പോകേണ്ട കാര്യമായാലും നമ്മളിങ്ങനെ നമുക്ക് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമുക്ക് അപ്പോൾ മറ്റുള്ളവരായാലും ഒരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ കുറയും. അത് തന്നെയാണ് ലൈഫ്. എല്ലാരും ഇപ്പൊ അങ്ങനത്തെ ഒരു ഇതിക്ക് മാറി. കാരണം ഇനിയും മാറിയില്ല എന്ന് പറയുമ്പോ പരദൂഷണം പറയുന്ന ആൾക്കാർ മാത്രം മാറാത്തുണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വട്ടം കൂടി ഇരുന്നിട്ട് അതങ്ങനെയാ അപ്പുറത്തുള്ള മോളെ ഇപ്പൊ ഗർഭിണിയാന്ന് പറയണേ. അപ്പുറത്തെ ചെവിടോടത്തിരിക്കില്ല. അവിടെ എന്തെങ്കിലും കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അത് പരദൂഷണായിട്ട് പറഞ്ഞിറക്കെ അതിപ്പോഴും ഉണ്ട്. അപ്പൊ നമ്മളെ വീഡിയോ ഇങ്ങനെ ശ്രദ്ധിച്ചെന്ന് കണ്ട അതിൽ വല്ലതും ഉണ്ടെങ്കിൽ അത് കയറി പരദൂഷണം പറഞ്ഞു ഒന്നിനും വീഡിയോ ആയിട്ട് വരും അല്ലെങ്കിൽ കമന്റ് ആയിട്ട് വരും. അത് അങ്ങനെ കുറച്ച് പരിദൂഷണ ടീം. ഇത് ഒക്കെ ലക്ഷണങ്ങളൊക്കെ ഒരു പൊന്നു തന്നെയല്ലേ. പനി ജലദോഷം ഇതന്നെ തുടക്കം. അത് എല്ലാവർക്കും അങ്ങനെ തന്നെ. കാത്തുമ്പോ ഉറങ്ങാട്ടെ, പാല് കുടിച്ചാൻ ഉറങ്ങുന്നുണ്ട്. നമ്മള് പറഞ്ഞല്ലോ അല്ലേ യാത്ര പോവാളേന്റെ എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ അറിയിക്കാണ്. അതെന്താന്നൊക്കെ നാളത്തെ വീഡിയോയില്. കാരണം ഇതിപ്പത്തെ എന്റെ അവസ്ഥ എന്താന്ന് ഒരുപാട് വരുത്താ. എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നെഗറ്റീവ് ഒക്കെ വന്നിട്ടുണ്ട്. ഹോസ്പിറ്റൽസ് കണ്ടന്റ് ആക്കി അതാക്കി ഇതാക്കി എന്നിട്ട് നമ്മളെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും വീഡിയോ എടുക്കാറുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ എന്താ പറയാ ഒളിച്ചോട്ടക്കാതൊക്കെ അന്ന് കേൾക്കുമ്പോ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നല്ലോ. ഇത് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലേ? ഇത് അറിയണ്ടേ? ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളെ ഏകദേശം എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വീഡിയോയിൽ ഇടാറുണ്ട്. അതേപോലെ എനിക്ക് അതിൻ്റെ ഒരു ഇത് ഉണ്ടായപ്പോ അത് നമ്മൾ വീഡിയോ ഇട്ടു. ഡെയിലി വ്ളോഗ് പോലെ ആക്കിയിട്ട് അത് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. ഇത് ഒളിച്ചോട്ടം അവിഹിതം ഇത് മാത്രമേ കാണാൻ പാടുള്ളൂ എന്ന് ആരും പറഞ്ഞില്ല. എല്ലാം കാണുന്നുണ്ട്. കാണാൻ പറ്റി വേണ്ട, അത്രേ ഉള്ളൂ. നമ്മള് നോർമലായിട്ട് നമ്മളെ വീട്ടിലത്തെ എല്ലാ വിശേഷങ്ങളും പറയുന്ന പോലെ നമ്മൾ അത് ഇട്ടു. എന്റെ കൈ ചെറിയൊരു പരിക്ക് പറ്റിയിരിക്കുക എന്നുള്ള നിലയ്ക്ക് നമ്മൾ അത് ഇട്ടിട്ടുണ്ട്. അതിൽ നമ്മളിപ്പോ വലിയ നിലയ്ക്ക് പൊന്നു വലിയ ഓപ്പറേഷൻ പോണ പോലെയാണ്. പൊന്നു അങ്ങനെയാണ് പോയത്. അവളങ്ങനെയാണ് പോയത്. അത് ഹോസ്പിറ്റലിലെ രീതിയായിരുന്നു. എന്നോട് എക്സ്റേക്ക് നടന്നു പോവണ്ട പറഞ്ഞു. ഇതിൽ പോയാൽ മതി. അത് നല്ല കൂത്ത്. ഹോസ്പിറ്റലുകാർ പറയും ഇങ്ങനെ പറ്റില്ല, എനിക്ക് നടന്നിട്ട് തന്നെ പോണം. കാരണം വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അവര് പറയും ഇവള് ജാട കാണിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. അവര് പറയണ പോലെ നമ്മള് പോയി. പിന്നെ എക്സ്റേ എടുത്ത് നോക്കായിരുന്നില്ലേ, നിങ്ങൾ എന്താ എക്സ്റേ എടുത്തില്ലേ ചോദിച്ചു. ഞങ്ങൾ എക്സ്റേ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിലും പറയുന്നുണ്ട് എക്സ്റേ എടുത്ത കാര്യം. അത് ശരിക്കും കാണാത്തോണ്ടായിരിക്കും നമ്മൾ എക്സ്റേ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ റിസൾട്ട് ആയിട്ട് നോക്കിയിട്ട് തന്നെയാണ് അവർ പറഞ്ഞതൊക്കെ. എനിക്ക് വേദന മാറിയിട്ടില്ല, നിങ്ങൾ വേറെ കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ എന്താ കാര്യം പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടന്റിന് വേണ്ടിട്ട് ചെയ്തതാന്നും പറഞ്ഞിരുന്നു. കണ്ടന്റിന് വേണ്ടിട്ട് ഒരു 10,000-4,000 രൂപ കളയാൻ മാത്രമുള്ള പ്രാന്തൊന്നും എനിക്ക് ഓരോ ഇല്ല ഉണ്ടാട്ടാ. അങ്ങനെ കണ്ടന്റ് വേണ്ടിട്ടൊന്നും ഞങ്ങൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല കേട്ടാ. അങ്ങനെ ഇതിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ അറിയണ ആളുടെ ഒന്ന് മെസ്സേജ് ചെയ്യണോട്ടാ. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ടീം വീഡിയോ ഈ കണ്ടന്റ് ഉണ്ടാക്കാൻ അറിയാൻ അങ്ങനത്തെ ആൾക്കാർ. എനിക്ക് ആ സംഭവം അറിയാത്തോണ്ടാണ് ഞാൻ ഇങ്ങനെ അങ്ങനെ പഠിക്ക് പറ്റി ഞങ്ങൾ വീഡിയോ. അല്ലാതെ ഇത് കണ്ടന്റ് ആയിട്ട് എടുത്തിട്ടൊന്നുമല്ല. അങ്ങനെ ഇടേണ്ട ആവശ്യമില്ല. അല്ല ഇന്നത്തെ നമുക്ക് നോക്കണം കണ്ടന്റ് ക്രിയേറ്ററിന്. അതായത് എഴുതാൻ നല്ല രീതിയിൽ എഴുതും അങ്ങനത്തെവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ക്രിപ്റ്റ് മോഡല് വീഡിയോസ് ആക്കാനും റീൽ ഇറക്കാനൊക്കെ ഭയങ്കര അടിപൊളിയാവും. എഴുതാറുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ, നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഇതെന്തായാലും കണ്ടന്റ് ആയിരുന്നില്ല. ഞാൻ അമ്മേനെ എനിക്ക് പറ്റിയ ഞാൻ ആദ്യം അമ്മേനെ വിളിച്ചത്. അതൊക്കെ അതിന്റെ ശേഷമൊക്കെയാണ് വീഡിയോ ഇട്ടത്. ആദ്യം അമ്മേനെ വിളിച്ചു. അമ്മയ്ക്ക് എന്നെ വേദനയ്ക്കുണ്ട്. ഞങ്ങൾക്ക് പിന്നെ പറയാൻ അധികം ആരും ഇല്ലാത്തോണ്ട് ഞങ്ങൾ വീട്ടിൽ വിളിച്ചു. അമ്മ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി, എനിക്ക് നല്ല വേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി നിൽക്കാം. അപ്പൊ ഞാൻ ഡോക്ടറെ കാണിക്കാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്നത്. അപ്പൊ എനിക്കൊരു എന്റെ ഇത് കണ്ടപ്പോ അതും കൂടിയും ഒന്ന് ചോദിക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വേഗം അമ്മേനെ വിളിച്ചു ചോദിച്ചപ്പോ അമ്മയും പറഞ്ഞു ഡോക്ടറെ കാണിക്കാൻ ഹോസ്പിറ്റലിൽ പോന്ന് പറഞ്ഞു. അവന് യാത്രയിലായിരുന്നു. അപ്പൊ വേഗം ഫോണൊക്കെ വെച്ചു പോയി അങ്ങനെ കാണിച്ചു. പിന്നെ വേറെ വലിയൊരു കമന്റ് തന്നെ, അത് ഞാൻ വായിക്കണം വെച്ചു പറയണമെന്ന് വെച്ചു. പിന്നെ വീഡിയോ എടുക്കാത്താനും പറയാൻ പറ്റിയില്ല. വേറെ ഒന്നുമില്ല, നമ്മൾ അഹങ്കാരി ഇട്ടുന്നത്. അഹങ്കാരി തന്നെയാണോ? എന്നാൽ നമുക്ക് നെഗറ്റീവ് പറഞ്ഞൊരു വ്യക്തിയാണ്. വലിയ വായല് പറഞ്ഞു അച്ഛനമ്മയും വന്നിട്ട് കുട്ടീനെ അവരെ ഏൽപ്പിച്ചിട്ടേ പോണുള്ളൂന്ന്. വാക്കിന് സ്ഥിരതയില്ലാത്തവര്. ഞാൻ ചോദിച്ചോ അല്ല ഇത് ഞാൻ ഉത്തരം പറയാം. അമ്മ അച്ഛനും ഞങ്ങളെ വിളിക്കണ ഇങ്ങോട്ട് മുന്നേ ഒരു യാത്രയിലായിരുന്നു. അല്ല ഇത് ഞാൻ ഉത്തരം പറയാല്ലേ. ഞാൻ ഉത്തരം പറയാം. ഇപ്പൊ ഒരാള് സീരിയസ് ആയിട്ട് കിടക്കുക,
അതായത് വേദന കൊണ്ട് ആൾക്ക് ചെറിയൊരു അസുഖമുള്ള ടൈമില് ആള് വിചാരിച്ചു നാളെ പോവാന്ന്. അത് ആ അസുഖം പിന്നെ പെട്ടെന്ന് സീരിയസ് ആയിപ്പോയി. അത് തീരെ സഹിക്കാൻ പറ്റാത്ത ആള് നാളെ പോവാ എന്ന് പറഞ്ഞു എന്നുള്ള ആ വാക്കിന് ബലത്തുമ്പോ നാളേക്ക് അയാൾ നിക്കില്ല. ആൾക്ക് വയ്യാതെ കഴിഞ്ഞാൽ ആള് പോവല്ലോ. ഇതല്ലേട്ടാ മൊണ്ണയാണോ അത് ആയിക്കോട്ടെ, മൊണ്ണയാണോ അല്ല താനൊക്കെ ചോറിനാണോ പെണ്ണെ ഉണ്ണണത്? അല്ല പെണ്ണാലാണായാലും മൊണ്ണത്തരം വിളിച്ചു. കുറച്ച് ബുദ്ധി, കുറച്ചെങ്കിലും വിവരത്തില് ഒരു കമന്റ് ഇടാനോ സംസാരിക്കാനോ നിക്കിട്ട ഇമാതിരി പൊട്ടത്തരങ്ങളൊക്കെ. പിന്നെ അമ്മേല് കയറിയിട്ട് തല്ലുണ്ടാക്കിക്കാനുള്ള വേണ്ടിയിട്ടുള്ള എന്തോ കമന്റ് ഇട്ടുണ്ടായിരുന്നു. അതിലൂടെ ഞങ്ങൾക്ക് പിണക്കങ്ങളോ കാര്യങ്ങളോ ഇല്ലാത്തോണ്ടാണ് ഞാൻ ഡോക്ടർ കാണിച്ചതിന്റെ ശേഷം നേരെ അമ്മയുടെ അടുത്ത് പോയി അവരെ കണ്ടു. പിന്നെ വീട്ടിലേക്ക് നിക്കാൻ പോവാഞ്ഞത് ഞാൻ അതിന്റെ തലൂസാണ് ഞാൻ വീട്ടിൽ നിന്ന് വന്നത്. ഒരാളെടുത്ത് പറയണ കാര്യങ്ങളാണോ ഇത്? അവന്റെ ഇപ്പൊ അവളുടെ കുട്ടിക്ക് വയ്യാതെയായി, ആ കുട്ടി കരയൊന്നുമില്ല. അപ്പൊ കുട്ടി ഈ സാധാരണ അമ്മയായാലും അച്ഛനായാലും കുട്ടികളിലെ ഇപ്പൊ കാത്തുവിന്റെ പ്രായത്തില് ഞാൻ എടുത്തരാം, എന്തെങ്കിലും അവൾക്ക് അറിയില്ലെങ്കിൽ അവള് നന്നായിട്ട് വാവിട്ട് കരയും, ഇല്ലെങ്കിൽ അവൾക്ക് എന്താണോ റിയാക്ഷൻ ചെയ്യാൻ പറ്റുന്നത് അതാണ് അറിയിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ കഴിക്കാം അതൊന്നും കുഴപ്പമില്ല. അങ്ങനെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. കാണിക്കേണ്ട സാധനങ്ങളാണെങ്കിൽ അത് നമ്മൾ എത്രയും പെട്ടെന്ന് കാണിക്കാം. അല്ലാതെ എന്റെ കുട്ടി കുഴപ്പമൊന്നുമില്ല വാക്കാൻ എടോ ഇത് ആശുപത്രി കേസാണ്. വയ്യാതെ വേദനിക്കുമ്പോ പൊന്നാ എനിക്ക് വാക്കിന് വിലയുള്ളവനാണ്, നീ അടിച്ചു പിടിച്ചിരിക്കുന്ന അമ്മ വന്നിട്ടേ പോവാൻ പാടുള്ളൂ എന്ന് പറയാം. ഞാൻ അത്ര കഠിന ഹൃദയനൊന്നല്ല. എന്റെ ഭാര്യക്ക് വേദനിച്ച് എനിക്കും വേദനിക്കും. ഞാനാണ് അവളെ കാണിക്കേണ്ടത്. അല്ലാതെ നീ വന്നിട്ട് മരുന്ന് തരുമോ ഒന്നും ചെയ്യൊന്നുമില്ല. അവളെ വേദന പകുതി നീ കൊണ്ടുപോകുന്നില്ല. അവൾക്ക് വേദനിക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പൊ കൊണ്ടുപോകും. അല്ലാതെ എന്റെ വാക്കാണ് എനിക്ക് വലുത്. ഇത് മൊയ്തീനൊന്നല്ല ഞാന്. വാക്കാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറഞ്ഞ് നടക്കാനായിട്ട്. കാഞ്ചനമാലയ്ക്ക് കൊടുത്ത വാക്കൊന്നല്ലല്ലോ. ഞാൻ അവര് വരട്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ വെച്ച കാത്തൂന് ഇപ്പത്തെ ഫീവർ പനികളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. ഇപ്പൊ പോവാന്ന് പറഞ്ഞപ്പോ ഞാനാണ് ആദ്യം പറഞ്ഞു ഇപ്പൊ പോവണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഉണ്ണിക്കും പനിയൊന്നും വരണ്ട. പൂവനും ചിന്തിച്ചപ്പോ ഓക്കെ ഞങ്ങളെ വിളിച്ചു വെച്ചപ്പോ അവിടെ പനിയും കല്ലും നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവനായാലും ഞാനായാലും അപ്പൊ പോവണ്ടെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ആ വേദന സഹിക്കാൻ പറ്റാത്ത പോലെ തോന്നി, എനിക്ക് നീര് കൂട്ടി തുടങ്ങി. അപ്പൊ ഞങ്ങള് ഡോക്ടറെ കാണിക്കാന്ന് വിചാരിച്ചു. അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. വാക്കിന് വിലയില്ല. എനിക്ക് അതാ ഇതൊക്കെ ഇവളുടെ വീട്ടുകാരൊക്കെ സമ്മതിക്കണോട്ടോ. ഇവളെയാലും ഇവന്റെ ആയാലും കിടക്കണ കാര്യത്ത് പറയാണ്. ഞാൻ ഒരാളെയും വിളിച്ചറിയിക്കില്ല. ഞാൻ അവരായിട്ട് ഇതില്ലാന്ന് പറഞ്ഞ് എനിക്ക് വാക്കാണ് വലുതെന്ന് പറഞ്ഞിട്ട് നിക്കോ ഇവരൊക്കെ. പറയാൻ പറ്റൂല കേട്ടോ. ചില ഇപ്പോഴും പഴഞ്ചൻ ചിന്താഗതി ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഈ ലോകത്ത്. അതിന്റെ ഒക്കെ പ്രശ്നമാണ്. അല്ലാതൊന്നുമില്ല. നമുക്ക് വാക്കിന് ശരിയില്ലാത്തവരാണ്. അവര് വലിയ വാക്കില് പറഞ്ഞു അമ്മ വന്നിട്ട് ഡോക്ടർ കാണിക്കുന്നുണ്ട്. അവള് പോയിട്ട് അവര് വരിയാണ്ട് മുന്നേ കാണിച്ചു. വാക്കിന് സ്ഥിരതയില്ലാത്തവള്. ആയിക്കോട്ടെ മോളെ, നിനക്ക് ഭയങ്കര സ്ഥിരതയാണല്ലോ, അതുകൊണ്ടാണല്ലോ ഊരും പേരും മാറ്റിയിട്ട് ഇതിന്റെ ഇടയിൽ ചൊറിയാൻ നിക്കണത്. പിന്നെ വീട്ടുകാരും നമ്മൾ ഒത്തിരിമില്ല, അതുകൊണ്ടാണ് അവൾക്ക് അതിനിത് പറ്റിയിട്ട് ഇറക്കാം അങ്ങോട്ട് കൊണ്ടുപോയി. ചോദിച്ചോട്ടെ, കല്യാണം കഴിഞ്ഞു, ഞങ്ങളുടെ കഴിഞ്ഞു, അച്ഛനും അമ്മയാണ് ഓക്കെ എന്ന് വെച്ചിട്ട് എന്തെങ്കിലും ഒരു മുള്ളുത്തിയാൽ പോലും അവരടുത്ത് പോയി പ്രസവിക്കാൻ കൊണ്ടുപോയി നിർത്തിയപ്പോ എന്നെ പറഞ്ഞു കേട്ടു അച്ഛ വീട്ടിലാണ് താമസം, ആനയാണ് തേങ്ങയാണെന്ന്. ഇതിപ്പോ ഞാൻ എന്റെ തീരുമാനമായിരുന്നു പൊന്നെ വേണ്ട കേട്ടാ. കാരണം അവരെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലെന്നല്ലേ ഉള്ളൂ. നിനക്ക് എന്തെങ്കിലും കുറവാക്കി തന്നിണ്ടാ? ഫുഡിന് ഫുഡ് ആയാലും കാത്തൂന് നോക്കണ്ടായാലും കാത്തൂന്റെ ഫുഡ് എനിക്ക് നോക്കാവുന്ന കേസേ ഉള്ളൂ. അതിന് ഞാൻ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിക്കേണ്ട ആവശ്യം എനിക്ക് ഇഷ്ടക്കുറവുണ്ടൊന്നുമില്ല. ഇവന്റെ ഒരു ആഗ്രഹം അത് അവന്റെ നോക്കണ കടമയാണ്, അത് അവന് ചെയ്യണം എന്നുള്ള അവന്റെ ആഗ്രഹം. പ്രസവത്തിന് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു പൊന്നെ വീട്ടിലേക്കാം. കാരണം എനിക്ക് അറിയാത്തൊരു കേസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. ചിലപ്പോ ഇവരൊക്കെ ഭയങ്കര എന്നിട്ടാണ് നമ്മള് പലപ്പോഴും മാറാൻ വേണ്ടിയുള്ള ഫ്ലാറ്റുകളും കാര്യം നോക്കി ഓക്കെ ഇത് കിട്ടിയിട്ടില്ല കാര്യങ്ങളുകൊണ്ടാണ് നമ്മള് മാറാതിരുന്നത്. അപ്പൊ ഇമാരി എന്താ പറയാ മുട്ടോളോടൊക്കെ എന്താ പറയാ ഇങ്ങനെ കൊറേ ചോറ് തിന്നണോരൊക്കെ വരും, വേറെ വല്ലൊന്നല്ലല്ലോ.
പിന്നെ ഇപ്പത്തെ വീഡിയോ ഇളക്കാന്ന് വെച്ച് കഴിഞ്ഞാ നമ്മളെ റോഡിന്റെ ഗുണം കൊണ്ടാണ്. ഓഫ് റോഡ് യാത്രയിലാണ് നമ്മൾ. 10 രൂപ ചെലവില്ല, 10 രൂപയ്ക്ക് ചെലവുണ്ട്. ഒരു മിനിറ്റ് ഞാൻ റോഡ് കാണിച്ചിട്ട് കാണണം. ഇതൊക്കെ നോക്ക്. അയ്യോ നോക്ക് റോഡിന്റെ അവസ്ഥയായിട്ടത്. ആരോട് പറയാ നന്ദി, ആരോട് ഞാൻ ചൊല്ലേണ്ടു. വണ്ടി എടുക്കുമ്പോ റോഡ് ടാക്സ്, മറ്റേ ടാക്സ് മറച്ചത്, അതിന് പുറമെ പോലീസുകാരുടെ വക വണ്ടി അവിടെ നിർത്തിയാ പെറ്റി, ഇവിടെ നിർത്തിയാ പെറ്റി. അത് വേറെ. നമ്മള് പോണ വഴിയോ ഇതില് പറ്റിയിട്ട് നമ്മുടെ വണ്ടിക്ക് വല്ലതും പറ്റി കഴിഞ്ഞാല് അതിനും നമ്മള് കൊടുക്കണം GST. ഇത് റെഡിയാക്കാൻ പോയി വർക്ക്ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞാല് നമ്മള് മറ്റേ ഇതിൽ തന്നെ കൊടുക്കുള്ളൂ. അപ്പൊ അവരും തരും GST ബില്ല്. അതും ഒരു നല്ലൊരു എമൗണ്ട് ഗവൺമെന്റിക്ക്. എന്താ അല്ലേ, 100 ഉറുപ്പ്യ നമ്മള് ഗവൺമെന്റ്. അപ്പുറത്തെ റോഡ് അലമ്പാച്ചിട്ട് ഇതന്നെ വരുന്നത്. അപ്പൊ ഇതും അലമ്പ് രണ്ടുമില്ലാട്ടാ. പിന്നെ അവിടെ ആകുമ്പോ ഭയങ്കര തിരക്കായിരിക്കട്ടെ. പിന്നെ ഒരു തിരക്ക് കുറവുള്ള കാരണം നമുക്ക് പോവാൻ ഒന്നും ടെൻഷൻ ഇല്ലാതെ പോവാൻ. ബാഗത്തെ വണ്ടി ഒന്ന് വന്ന് ഇടിക്കണ്ടല്ലോ, ഒന്ന് പേടിക്കണ്ട. ഇതാണ് നമ്മളെ റോഡിന്റെ അവസ്ഥ കേട്ടോ. ഈശ്വര, ഞങ്ങക്ക് ഫ്ലാറ്റിക്കും വീട്ടിക്കും അങ്ങോട്ടൊന്ന് പോണെങ്കിൽ ഭയങ്കര ഒരു കടമയാണ്. ശരിക്കും ഞങ്ങക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 10-21 കിലോമീറ്ററിന്റെ വ്യത്യാസമുള്ളൂ. പക്ഷെ ചില ടൈമില് ഈ റോഡുകളുടെ ദേഷ്യം കൊണ്ട് നമ്മൾ ഇറങ്ങിയത് അല്ല, നമ്മള് 40 കിലോമീറ്റർ താണ്ടിട്ടല്ലോ മറ്റൊരു കൂടെ പോവാ. റോഡിനുള്ള വിഷമം കൊണ്ട് നമ്മള് നടുവാണിച്ചിട്ട്. വണ്ടിയുടെ അവസ്ഥയും കൂടി നമ്മൾ ആലോചിക്കുന്നത്. അതിന് മിണ്ടാൻ പറ്റുന്നില്ല എന്നുള്ളൂ. മിണ്ടാൻ പറ്റുന്നുണ്ട്. ഫാസ്റ്റ് തെറി വിളിച്ചാണെന്നുണ്ടെങ്കിലേ തെറി വിളിച്ചാനോ ആൾക്കാരെ. അതിന് പൂണ്ടുപുള്ളി ഈ ചെറിയ വണ്ടികളൊക്കെ അവസ്ഥ കാണോ, അടിമുട്ടുക. നമുക്ക് തന്നെ ചില കുഴിയിൽ വീഴുമ്പോ പളക്കെ. ഇന്നലെ കേട്ടില്ലേ എന്ത് പണ്ടാ കേട്ടു. വേറെ ദിവസം അതും കറക്റ്റ് ആക്കൊണ്ടില്ല തന്നെ. കാരണം നമുക്ക് ആ കൊണ്ട് വീഴാതെ പോവാൻ പറ്റില്ല. കാരണം മൊത്തം കൊണ്ടാ, അതില് തട്ടാതെ എങ്ങോട്ടും കിടക്കാൻ പറ്റില്ല. എന്തൊക്കെയാവും സർവീസിന് കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിന്റെ ആ സുന പോയി ഈ സുന പോയി എന്നുള്ളത്. സർവീസ് ആയിട്ടുണ്ട്. അപ്പോഴും GST. അതൊക്കെ ആലോചിക്കുമ്പോഴാണ് ദേഷ്യം വരിക. കാരണം എടി നീ ആലോചിക്കണോ, ടാക്സ് കൊടുക്കുന്നുണ്ട്, GST, ഇതൊക്കെ ഗവൺമെന്റ് കൊടുക്കണ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാതിരിക്കാതെ നമ്മൾ റോഡ് ടാക്സും കാര്യങ്ങളും അടയ്ക്കണത്. ഇൻഷുറൻസ് വണ്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കിട്ടുന്ന വെക്കാം. ഈ റോഡ് ടാക്സ് എന്തിനാ? ഈ റോട്ടിൽ കൂടെ പോവാനാ ടാക്സ് അടച്ചിട്ട്. ഈ ഓഫ് റോഡ് പോകണല്ലേ? ആ സത്യാട്ടാ. അന്ന് ഞാൻ ബോച്ചയുടെ ഇതിന് പോയപ്പോഴായിരുന്നു. അതിനും വലിയ ഓഫ് റോഡ്. ഇത് അതിനാട്ടി വലുതാ. ഇതായ കാരണം അത് ഒരു 5-10 കിലോമീറ്റർ ആണെങ്കിൽ ഇത് 10-24 കിലോമീറ്റർ ഓഫ് റോഡ് അല്ലേ? ഓഫ് റോഡ് യാത്രകളാണ് ഇപ്പൊ. അല്ല, ആരും കുറ്റം പറയാനൊന്നുമില്ല. കുറ്റം നിങ്ങൾ എന്തിനിങ്ങനെ പറയണേ? എല്ലാരും ഈ റോട്ടിൽ കൂടെ തന്നെയല്ലേ പോണേ ചോദിക്കും. എല്ലാം വിധി. അത് തുറന്ന് സംസാരിക്കാത്തതിന്റെ പ്രശ്നങ്ങളാണ്. പ്രതികരിക്കുന്ന നേരത്ത് ആരും പ്രതികരിക്കില്ല. എല്ലാരും വായിൽ വരലും കൈയിട്ടിരിക്കും. എന്റെ അവസ്ഥ നീ റോഡിന്റെ അവസ്ഥ അല്ല, കാര്യം പറയാ. ഞാൻ ആലോചിച്ചു ഈ വണ്ടികളൊക്കെ എങ്ങനെ പോണേ. അയ്യേട്ടോ, ഉണ്ണികൾക്ക് ഉറങ്ങാൻ പറ്റില്ല. കാരണം അവൾ ഉറങ്ങാൻ വേണ്ടി കിടന്നതാണ്. പക്ഷെ അവൾക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റില്ല. കുലിഞ്ഞു ശരിയാവണില്ല. ഇത് ഈ വഴിയായിരുന്നു, പന്നിത്തടം വഴി കൂടിയാണ് ഞങ്ങള് പോകുന്നത്. മറ്റേ വഴി ഇതിനെക്കാട്ടി അലമ്പാണ്. തുടക്കം മുതൽ അവസാനം വരെ ഈ കുറ്റിപ്പുളി തന്നെയാ. അപ്പൊ അങ്ങനെ പിന്നെന്താ പറയാ. അപ്പൊ കഴിഞ്ഞ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ നമ്മള് യാത്ര കഴിഞ്ഞ് വന്നിട്ട് യാത്രയുടെ ഇത് കാരണം അത് എല്ലാവർക്കും സംശയമായിരുന്നു. വെറുതെ ചെവിടിക്കണല്ലോ പറയാനൊക്കെ ഉള്ളത്. അത് മാത്രല്ല, പിന്നെ എന്റെ കൊറേ ഡ്രീമുകളിൽ ഒന്നാണ് ഇതൊക്കെ. പിന്നെ എനിക്ക് പറയാവുന്ന നെഗറ്റീവിന്റെ ഒരു ഭാഗമാണിത്. ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യം കൂടിയാണിത്. എന്തായാലും സന്തോഷത്തോടെ ഇരിക്കണം. നമുക്ക് കുഴപ്പമൊന്നുമില്ല. സ്ഥലത്ത് പോയിട്ടാണ് ഓരോ കാര്യങ്ങൾ. നമ്മൾ അടുത്ത ആഴ്ചയായിട്ട്
കൈ ഒന്നുകൂടി പോയി കാണിക്കുന്നുണ്ട്. പിന്നെ ബാക്കി അപ്ഡേഷൻസ് പറയാം. എനിക്ക് ഒരാഴ്ച കഴിഞ്ഞ് ഊരിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വേദന ഉള്ള കാരണമാണ് ഞാൻ ഇപ്പൊ 2 ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് ഊരിയപ്പോ ഒരാഴ്ച ആയിട്ടില്ല, 3-4 ദിവസമായിട്ടുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞും ടൈമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഊരി എനിക്ക് ഓക്കെ ആയിട്ടില്ല. ഉണ്ണീനെ എടുക്കുമ്പോഴൊക്കെ ഭയങ്കര വേദന, കൈ മടക്കാനോ വെയിറ്റ് എടുക്കാനോ ഒന്നും പറ്റുന്നില്ല കേട്ടോ. അപ്പൊ ഇതെല്ലാം പോയാലോ.